ഇത്രയും കാലം അമ്മ എന്നെ ഉപയോഗിച്ച് ജീവിച്ചു. ഇനി അമ്മ സ്വന്തം നിലയിൽ ജീവിക്കട്ടെ. അല്ല, എങ്ങോട്ട് പോവാനാ ഉദ്ദേശം? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുമില്ല. വെറും കൈയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഷോപ്പ് മാത്രം അവിടെ ജോലി ചെയ്യുന്ന കണ്ണനോട് കുറച്ചുനാൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് സത്യനെ വിളിച്ചേൽപ്പിക്കണം. കിട്ടുന്ന വരുമാനത്തിൽ പാതി വിച്ചുമോന് കൊടുക്കാനും പറയണം. അതേതായാലും നന്നായി, മോന്റെ കാര്യം മറന്നില്ലല്ലോ. അല്ല, അപ്പൊ ഡിവോഴ്സ് വിധി ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയാ. ആദ്യം പറഞ്ഞതുപോലെ വിധി കോടതിക്ക് വിട്ടുകൊടുക്കാതെയാണെങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ? അനു തയ്യാറാവുകയാണെങ്കിൽ എൻ്റെ യാത്രയിൽ ഞാൻ അനുവിനെയും മോനെയും കൂടെ കൊണ്ടുപോകും. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വതന്ത്രമായി സംസാരിക്കുന്നു, സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നു. ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമ്പോൾ തിരിച്ചു വരാം. ആശയം കൊള്ളാം. നമ്മൾ ഒരുമിച്ചധികം യാത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവനോടൊപ്പം നമ്മൾ ഒരുമിച്ചൊരു യാത്രയും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് ദിവസങ്ങളൊന്നും പറ്റില്ല. 2 ദിവസം കൊണ്ടൊരു തീരുമാനത്തിലെത്തണം. പിരിയാനായാലും ഒരുമിച്ച് ജീവിക്കാനായാലും. അനു സീരിയസ് ആയിട്ട് പറയാണോ? അതോ എന്നെ കളിയാക്കിയതാണോ? അനുവും മോനും എന്നോടൊപ്പം 2 ദിവസം വരുമോ? പക്ഷേ അച്ഛനോട് ചോദിക്കണം. അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം. കഴിക്കാനോ? മാഷിനറിയോ, ഞാൻ എവിടെയോ വായിച്ചതാ. ഒരു അഡ്വക്കേറ്റിന്റെ ഓർമ്മക്കുറിപ്പാണെന്ന് തോന്നുന്നു. ഈ ഇന്ദ്രന്റെയും അനുപമയും പോലെ ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ ഡിവോഴ്സിന് വേണ്ടി ഒരുമിച്ച് കോടതിയിൽ പോയതാ. വാദവും കൗൺസിലിംഗും ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകില്ലെന്ന് കോടതിക്കും ബോധ്യമായി. അങ്ങനെ അവർക്ക് പിരിയാനുള്ള അനുമതിയും കോടതി കൊടുത്തു. 4-5 വർഷം ഒരുമിച്ച് ജീവിച്ചതല്ലേ. പക്ഷേ രണ്ടാളും 2 വഴിക്ക് പോകാൻ ഒരുങ്ങുമ്പോ പഴയ ഓർമ്മയും സ്നേഹവും വെച്ച് ഭർത്താവ് പതുക്കെ ഭാര്യയുടെ കവളിലൊന്ന് തട്ടി. പോട്ടെ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവര് പോയത് 2 വഴിക്കല്ല പക്ഷേ ഒരേ വഴിക്ക, ഒരുമിച്ച്. അത്രേ ഉള്ളൂ. ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കാത്തവർക്ക് പിരിയാനുള്ളതാണ് കുടുംബ കോടതി. ഉള്ളിൽ സ്നേഹമുള്ളവരുടെ കോടതി അവരുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇന്ദ്രന്റെയും അനുപമയുടെയും കാര്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നൊന്നുമില്ല. രാമനാഥനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിലും ആ നാവ് പൊന്നായി മാറട്ടെ എന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാ. ഒരു ബന്ധം അറുത്തുമുറിച്ച് കളയാൻ അത് എളുപ്പം കഴിയും, നിലനിർത്തിക്കൊണ്ട് പോകാനാണ് പാട്. ഇതിപ്പോ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച് ഒരു കുഞ്ഞുമായിട്ട്, അഥവാ ഇന്ന് പിരിഞ്ഞാലും നാളെ അത് തെറ്റായി പോയെന്ന് അവർക്ക് തോന്നും. രാമനാഥ്, ഹലോ.
എന്താ മാഷ ആരാ വിളിച്ചത്? അത് നമുക്ക് കുറച്ച് ദൂരം ഒന്ന് നടന്നാലോ രാമനാഥ? പിന്നെന്താ മാഷേ, ആ നടക്കാം. ശരി.